ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ദേവുവിനെ കാണാനായിട്ട് അരുണും അരുണിന്റെ അമ്മയും കൂടി വരാൻ പോകുന്ന വിവരം രേവതിനെ വിളിച്ചു പറയുകയാണ്. രേവതി സച്ചി അറിയാതെ പതുക്കെ ഇതൊക്കെ കേൾക്കണത്. അപ്പം സച്ചി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഇന്ന് നിങ്ങൾ നടന്നല്ലോ, ഇന്ന് നിങ്ങൾ കണ്ടല്ലോ ഇന്ന് നടന്ന യുദ്ധം എന്താണെന്ന്. നമ്മുടെ സച്ചിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ലല്ലോ അരുണിനെ. അപ്പൊ അതുകൊണ്ട് തന്നെ രേവതി പതുക്കെ സംസാരിച്ചുകൊണ്ടങ്ങ് പോയി, നമ്മുടെ സച്ചിനെ അറിയിക്കാതെ. അപ്പൊ സച്ചി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ സച്ചി ചോദിച്ചു, ആരാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ വീട്ടിൽ നിന്നാന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് എന്താ വിശേഷം? അല്ല, എന്താ പറഞ്ഞത്? ദേവു നിന്നെ പിന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അത് പിന്നെ സച്ചിയുടെ ദേവു വിളിച്ചില്ലായിരുന്നു, ഇപ്പം എന്നെ അമ്മ വിളിച്ചതാ, ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാന്നൊക്കെ പറഞ്ഞ് രേവതി അങ്ങ് കള്ളം പറഞ്ഞങ്ങ് വിടുവാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നമാവുമല്ലേ. അപ്പം സച്ചി പറഞ്ഞു, രേവതി, നീ ഇപ്പം എന്നോട് കള്ളാണോ സത്യമാണോ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും നീ ഒന്നോർത്തോ, ഞാൻ പറഞ്ഞല്ലോ നിന്നോട്, ഒന്നെങ്കിൽ ഞാന് അല്ലെങ്കിൽ അരുണ്, അതിലാരെങ്കിലും ഒരാൾ മാത്രമേ ആ വീട്ടിൽ കാണത്തുള്ളൂ. അരുണിന് വിവാഹം കഴിച്ചുകൊണ്ട് വന്ന പിന്നെ ഒരിക്കലും ഞാൻ ആ വീട്ടിൽ അരുണിനെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നാലെന്നല്ല, ദേവുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാല് പിന്നെ ഒരിക്കലും ഈ സച്ചി ആ വീട്ടിൽ കാലുകുത്തത്തില്ല. അത് വെറുതെ പറയുന്നതല്ല സച്ചി, അത് സച്ചി ചെയ്യുന്നൊരു ശപഥമാണെന്ന് നീ കൂട്ടിക്കോ. സച്ചി കാല് കുത്തത്തില്ല. മാത്രമല്ല രേവതി, നിന്റെ കാലും അവിടെ ഞാൻ കുത്തിപ്പിക്കത്തില്ല. ഇനിയിപ്പം നിനക്ക് അങ്ങനെ കുത്തണം എന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ പോകാം, പക്ഷെ നീ പിന്നെ അവിടെ നിൽക്കേണ്ടി വരും. ഞാനുമായിട്ടുള്ള ബന്ധം പിന്നെ ഉണ്ടാവില്ല എന്ന് ഒന്നും കൂടെ ഉറപ്പിച്ചു പറഞ്ഞു കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി. രേവതി ആകെപ്പാടെ പെട്ടൊരവസ്ഥ, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ഏതായാലും ഇതേ സമയം ആയിക്കോട്ടെ, ദേവുവിനെ രണ്ടാമതും വിളിക്കുകയാണ് നമ്മുടെ രേവതി. ദേവു, എടി മോളെ, ഇന്ന് അരുണിനോടും അരുണിന്റെ അമ്മയോടും വരണ്ടാന്ന് പറ, തൽക്കാലം അവരോട് വരണ്ടാന്ന് പറയ്, നമുക്ക് പിന്നെ എന്തെങ്കിലും തീരുമാനിക്കാന്ന് പറഞ്ഞപ്പം, ഇല്ല ചേച്ചി, അവരിന്ന് വരുന്നു തന്നെയാണ് ഉറപ്പായിട്ട് പറയുന്നത്. ഇതിപ്പം അരുണേട്ടൻ പറയുന്നത് ഞാനും നീയുമല്ലേ വിവാഹം കഴിക്കുന്നത്, മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കട്ട എന്നല്ല, അതൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. പിന്നെ സച്ചേട്ടനോടുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചേച്ചി വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു പോലീസ് ഓഫീസർ ആകുമ്പം ഇങ്ങനെയുള്ള ഒരു ശത്രുക്കളൊക്കെ ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികമല്ലേ ചേച്ചി എന്ന് പറയുമ്പോൾ, എടി അതൊക്കെ ശരിയാ, പക്ഷെ ഞാനിവിടെ സച്ചേട്ടനെ കൊണ്ട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചോട്ടെ എന്ന് പറയുമ്പോ, അല്ല സച്ചേട്ടൻ എന്താ പറഞ്ഞത്, സച്ചേട്ടനോട് പറഞ്ഞപ്പോ എന്താ ചേച്ചിയോട് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, സച്ചേട്ടൻ അമ്പിലും വില്ലിലും അടുക്കുന്നില്ലടി. സച്ചേട്ടൻ പറയുന്നത്, നീ അരുണിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും എന്നെ അങ്ങോട്ടേക്ക് വിടത്തുമില്ല, അതുപോലെ സച്ചേട്ടൻ പിന്നെ ആ വീട്ടിലേക്ക് വരത്തുമില്ലെന്നാ പറയുന്നതെന്ന് പറഞ്ഞപ്പോ, എന്താ ചേച്ചി ഇത് ഇതുപോലെ നിർബന്ധം പിടിക്കുന്ന എന്തിനാ ചേച്ചി? സച്ചേട്ടനെ എങ്ങനെയാലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ നോക്ക്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അരുണേട്ടനും മാത്രമല്ല കേട്ടോ, എനിക്ക് ആ അമ്മേനെയും ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പൊന്നു പോലും നോക്കുന്ന ഉറപ്പുള്ളത് കൊണ്ടല്ലേ. രേവതി ചേച്ചിക്ക് അറിയാലോ, ഇല്ലാതെ ഞാൻ എടുത്ത് ചാടി ഒന്നൊരു തീരുമാനം എടുത്തല്ലോ എന്ന് പറയുമ്പോൾ, മോളെ എനിക്കറിയാം, ഞാനത് പറഞ്ഞു നോക്കട്ടെ. ഇനിയിപ്പൊ ഞാനിവിടെ അച്ഛനോടൊന്ന് പറയട്ടെ, അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ ചാൻസ് ഉണ്ട്, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ ദേവു പറഞ്ഞു, എന്നാ പിന്നെ അച്ഛനെ കൊണ്ടൊന്ന് പറയിപ്പിച്ച് നോക്കാം, അങ്കിളിനെ കൊണ്ടൊന്ന് പറയിപ്പിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ വർഷയും ഈ വിവരം അറിയാം. വർഷയോടും ശ്രീകാന്ത് പോയി ഈ വിവരം അറിഞ്ഞു, ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, വർഷ ആരുടെ കൂടെയാ? ദേവുവിന്റെ കൂടെ തന്നെയാട്ടോ നിൽക്കുന്നത്. വർഷ പറഞ്ഞു, അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്, ഇവർ രണ്ടും ശത്രുക്കളാന്നും പറഞ്ഞ് ഒരാളുടെ ഇഷ്ടമൊക്കെ അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? അത് ശരിയാണോ? അതൊന്നും ശരിയൊന്നും അല്ല. അങ്ങനെ ഒരാളോട് ഇഷ്ടമുള്ളത് വേണ്ടെന്നൊന്നും വെക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കിയ, നമുക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കായിരുന്നു എന്ന് ചോദിച്ചപ്പോ, ഞാൻ പറഞ്ഞതാ വർഷേ സച്ചേട്ടനോട്, പക്ഷെ സച്ചേട്ടൻ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. സച്ചേട്ടൻ പറയുന്ന ആ അരുൺ എന്ന് പറയുന്ന ആള് കുറച്ച് ക്രൂരനാണ്, കുറച്ച് ദുഷ്ടനാണ്, മനസാക്ഷി ഇല്ലാത്തവനാണ്. അങ്ങനെ ഒരു മനസാക്ഷി ഇല്ലാത്തവനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവൂ എന്നാണ് സച്ചേട്ടൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, പുള്ളിക്കാരന്റെ ജോലിയല്ലേ ശ്രീകാന്ത്, അതൊക്കെ പുള്ളിക്കാരന്റെ ജോലിയുടെ ഭാഗമായിട്ട് ചിലപ്പം പലരെയും അറസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. അതിനിപ്പോ നമ്മള് ശത്രുതയുണ്ടെന്നും പറഞ്ഞോ, അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെയാണെന്നും പറഞ്ഞ് ഇങ്ങനെയാണെന്നും പറഞ്ഞൊക്കെ, അത് അത്രയ്ക്ക് ശരിയൊന്നും അല്ല. ഞാൻ സച്ചേട്ടനോട് പറഞ്ഞ് മനസ്സിലാക്കി, പിന്നെ ഞാൻ സച്ചേട്ടനോട് പറയാന്ന് പറഞ്ഞിട്ട് വർഷം ചെന്ന് സച്ചോട് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, വേണ്ട വേണ്ട, ഒന്നാമത് സച്ചേട്ടന് ദേഷ്യം വന്നിട്ടിരിക്കാൻ, നീ പോകണ്ടെന്ന് പറയുമ്പോ, പിന്നെ ഞാൻ പറയാം, സച്ചേട്ടനോട് ഞാൻ പറഞ്ഞോളാം. പാവം ദേവു, അവൾ അങ്ങനെയൊന്നും ഒരാളുമായിട്ട് ഇഷ്ടത്തിലാവുന്നൊന്നും അല്ല. അവളുടെ ക്യാരക്ടർ എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാ. അവൾ അങ്ങനെയൊന്നും പെട്ടെന്ന് ഒരാളുമായിട്ട് ഇഷ്ടത്തിലാവുന്നൊന്നും അല്ല.
അങ്ങനെ അവൾ ഇഷ്ടത്തിലായിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ അത്രയ്ക്ക് അടുപ്പമുണ്ട്, അത്രയ്ക്ക് സ്നേഹമുണ്ട്, അവൾ മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കും. അതും രേവതി ചേച്ചിയുടെ അനിയത്തിയല്ലേ, അപ്പൊ എടുത്തു ചാടി ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, നീ ഇപ്പൊ പറയാനൊന്നും നിൽക്കേണ്ട സച്ചേട്ടനോട്, കാരണം സച്ചേട്ടൻ ദേഷ്യത്തിലാണ്, ഇപ്പൊ നീ പറയാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, പറയുന്നില്ല, ഏതായാലും ഞാൻ പറയും എന്ന് വർഷ പറയുന്നുണ്ട് കേട്ടോ. വർഷയ്ക്ക് ഈ വക കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറിഞ്ഞു വരുമല്ലോ. ഒന്നാമത്തെ കാര്യം, ഈ പഴയ രീതി ഒന്നും വർഷയ്ക്ക് ഇഷ്ടമല്ല. ഏതായാലും ഇങ്ങനെ നമ്മുടെ രേവതി നേരെ പോവുകയാണ് രവീന്ദ്രന്റെ അടുത്തേക്ക്. എന്നിട്ട് അച്ഛൻ, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്, ഒരു ഗ്ലാസ് ചായ ഒക്കെ ആയിട്ട് ചെന്നിട്ട് എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, എന്താ മോളെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ അച്ഛ, നമ്മുടെ ദേവുവിന് ഒരു കല്യാണാലോചന വന്നു. കല്യാണാലോചന എന്ന് പറയാൻ പറ്റത്തില്ല, ദേവുവിന് ഇഷ്ടമാണ് പുള്ളിക്കാരനെ, അതുപോലെ തന്നെ പുള്ളിക്കാരന് ദേവുവിനെ ഇഷ്ടമാണ്. അപ്പൊ രണ്ടുപേരും കൂടെ വിവാഹം കഴിക്കാൻ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ, എന്താ ചെറുക്കന് ജോലി? ചെറുക്കനൊരു പോലീസുകാരനാന്ന് പറഞ്ഞപ്പോ, പോലീസാണോ, അപ്പൊ നല്ല ജോലി ഉണ്ടല്ലോ, സർക്കാർ ജോലിയൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിലും അവൾ അങ്ങനെ എടുത്ത് ചാടിയൊന്നും പിടിച്ചു വേറെ ഒരു അങ്ങനെയൊന്നും പൊട്ടത്തരമൊന്നും കാണിക്കത്തില്ല. അവൾ ഏതായാലും നല്ലൊരു ആളെ ആയിരിക്കും തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ അച്ഛ, ഒരു പ്രശ്നമുണ്ട്, അച്ഛനറിയാലോ, എപ്പോഴും നമ്മുടെ സച്ചേട്ടനെ പിടിക്കുന്ന ഒരു പോലീസുകാരനുണ്ടല്ലോ, സച്ചേട്ടനെ ഇല്ലാത്ത കേസിലൊക്കെ ഉണ്ടാക്കി ഒരു ദിവസം കുരുക്കി, അന്ന് ട്രാഫിക്കിന്റെ ഒക്കെ പ്രശ്നമൊക്കെ വന്നതും, അതുപോലെ തന്നെ അച്ഛ, സച്ചേട്ടൻ കൊണ്ടുപോയി വണ്ടിയൊക്കെ ഇടിപ്പിച്ചില്ല ബ്രേക്ക് പോയപ്പോഴത്തേക്കും, അന്നൊരു ബുള്ളറ്റിലാണ് ഇടിപ്പിച്ചത്, ആ ഒരു പോലീസുകാരനില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ, ആ പോലീസുകാരനോ, ആ പോലീസുകാരനുമായിട്ടാണ് നമ്മുടെ ദേവു അടുപ്പത്തിലുള്ളത്. ദേവു ആ പുള്ളിക്കാരനെ വിവാഹം കഴിക്കാനാണ് താല്പര്യപ്പെടുന്നത്. പക്ഷെ സച്ചേട്ടൻ അതിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, എന്റെ മോളെ, അവനൊരു ദുഷ്ടനല്ലേ, അവനൊരു ക്രൂരനല്ലേ, അവനൊരു മനസാക്ഷി ഇല്ലാത്തവനല്ലേ, അവനൊരു ചതിയനല്ലേ, അല്ലെങ്കിൽ പിന്നെ ഇല്ലാത്ത കേസ്, കള്ളക്കേസൊക്കെ ഉണ്ടാക്കി നമ്മുടെ സച്ചിനെ പെടുത്താൻ നോക്കുക എന്ന് പറഞ്ഞാല് അത് പിന്നെ പോട്ടെ അച്ഛ, അതിപ്പോ നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ അവർക്ക് തമ്മിൽ രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ അതിനിടയിൽ വേറെ ശത്രുക്കളുണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ബന്ധത്തെ എന്തിനാ നമ്മൾ കളയുന്നത്? അവള് ഇപ്പം ആ വിവാഹം തന്നെ കഴിക്കുള്ളെന്നും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്, വേറൊരു വിവാഹം കഴിക്കില്ലെന്ന് പറയുന്നു. അയാള് നല്ലവനാണെന്നും പറയുന്നുണ്ട്. ഇപ്പം നാട്ടുകാർക്ക് നല്ലവൻ അല്ലാത്തവൻ ചിലപ്പോൾ വീട്ടുകാർക്ക് നല്ലവനാകണമെന്ന്, വീട്ടുകാർക്ക് എന്താ പറയാ, വീട്ടുകാർക്ക് നല്ലവനായിരിക്കുമല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, മോളെ, അതത്രയ്ക്ക് ശരിയല്ലല്ലോ. സച്ചിക്ക് ഇഷ്ടമല്ലാതെ നടത്തുക എന്ന് പറഞ്ഞാല്, എന്റെ അച്ഛൻ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സച്ചിയേട്ടൻ സമ്മതിക്കും. നമുക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അതങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാലോ. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെടുന്നവർ തമ്മിലല്ലേ വിവാഹം കഴിക്കേണ്ടത്. ഇല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരില്ലേ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ, വേറെ ആരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, അറിയില്ല മോളെ, എനിക്കറിയില്ല, മിക്കവാറും ഇവൻ അങ്ങനെ കേൾക്കുന്ന ഒരു ലക്ഷണമില്ല, കാരണം ഇവനും അത്രമാത്രം ദേഷ്യം പുള്ളിക്കാരനോടുണ്ട്, ഈ പറയുന്ന നമ്മുടെ അരുണിനോടുണ്ട്. അപ്പം പിന്നെ കേൾക്കൂ ഇല്ലോന്ന് എനിക്ക് അറിയില്ല, വേണേ ഞാനൊന്ന് പറഞ്ഞു നോക്കാം. പക്ഷെ നമ്മൾ പറയുന്നതിൽ ന്യായമൊന്നുമില്ല. ഇങ്ങനെ മനസാക്ഷി ഇല്ലാത്ത ഒരുത്തൻ എങ്ങനെയാ വീട്ടില് നല്ലവനാവുന്നത്? കുറച്ച് ദിവസം കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞ് ജീവിതത്തിലേക്കൊക്കെ കടക്കുമ്പോഴത്തേക്കും ചിലപ്പം അവന്റെ തനി നിറം പുറത്തു വരും. ഇപ്പൊ നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ട് നിൽക്കുന്നതായിരിക്കും. പ്രേമൊക്കെ അങ്ങനെയാ മോളെ എന്ന് പറഞ്ഞപ്പം എനിക്കത് അറിയാം അച്ഛ, പക്ഷെ ഇത് അങ്ങനെയല്ല. അവന്റെ വീട്ടിൽ അവന്റെ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മേനെ പൊന്നുപോലെ നോക്കുന്നതാണ്, അതുപോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവന് നോക്കുന്ന ഒരുത്തനാണ്. അതുപോലെ തന്നെ അന്ന് ഹെൽമറ്റ് വെക്കാതെ ഒരു ദിവസം വണ്ടി ഓടിച്ചു, ഫോൺ എങ്ങാണ്ട് വിളിച്ച് വണ്ടി ഓടിച്ചെന്നും പറഞ്ഞ് സച്ചേട്ടൻ തന്നെയാണ് അവന്റെ വീഡിയോ എടുത്ത് പബ്ലിഷ് ആക്കിയതും വൈറലായി പോയതും, അങ്ങനെ അവന് സസ്പെൻഡ് കിട്ടിയതൊക്കെ അതുകൊണ്ടൊക്കെയാണ്. പക്ഷെ അന്ന് അവൻ എന്തോ അമ്മയ്ക്കെങ്ങാണ്ട് മരുന്ന് മേടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അവൻ മാത്രമേ ഉള്ളൂ അവന്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്ന ഒരുത്തനാണ്. അപ്പൊ പിന്നെ അമ്മേനെ സ്നേഹിക്കുന്ന ഒരുത്തന് ഭാര്യനെ സ്നേഹിക്കാൻ പറ്റില്ലേ? ഭാര്യനെ സ്നേഹിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മോള് പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ സച്ചിയോട് ഇത് പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഞാനൊന്ന് പറഞ്ഞു നോക്കാന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും ഒന്ന് അച്ഛനൊന്ന് പറഞ്ഞ് സംസാരിച്ച് നോക്കാൻ പറഞ്ഞപ്പോ മോളൊരു കാര്യം ചെയ്യുക, മിക്കവാറും അച്ഛമ്മേനെ വിളിച്ചു വരുത്തുവാണെങ്കിൽ ഇതിലൊരു തീരുമാനം ഉണ്ടാകും. നമ്മുടെ അച്ഛമ്മ വരുവാണെങ്കിൽ ഇതിന് ഒരു തീരുമാനം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നീ അമ്മേനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട, അച്ഛമ്മ ഇപ്പൊ അങ്ങ് പോയതല്ലേ ഉള്ളൂ, ഏതായാലും അച്ഛനെ കൊണ്ട് പറ്റുന്നതാണോന്ന് നോക്ക്. നാളെ ആണെങ്കിൽ അവര് കാണാനും വരും. ശരത്തല്ലല്ലോ, അരുണിന്റെ അമ്മയും അദ്ദേഹത്തിന്റെ അമ്മയും കൂടി കാണാൻ വരും, ദേവുവിനെ കാണാൻ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വീട്ടിലും ആകെപ്പാടെ പ്രശ്നമാണ് അമ്മയ്ക്ക്. അമ്മയാണെങ്കിൽ സച്ചേട്ടനെ ഇടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അമ്മയും പറയുന്നത് ഈ കല്യാണത്തിന് വേണ്ട, സച്ചേട്ടനെ ഇടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഈ കല്യാണം വേണ്ടാന്ന് തന്നെയാ
അമ്മയെ പറയുന്നെന്ന് പറഞ്ഞപ്പം എല്ലാം നമുക്ക് നോക്കാം. ഇത് ദേവുവിന് വിധിച്ച വിവാഹമാണെങ്കിൽ നടക്കും മോളെ രേവതി. നമുക്ക് വിധിച്ചതാണെങ്കിൽ നമുക്ക് തന്നെ കിട്ടത്തുള്ളൂ. കണ്ടില്ലേ, നീയും അതുപോലെ നിന്റെ ഭർത്താവും കൂടെ ചേർന്നിട്ടാണല്ലോ അശോകന്റെ മോളുടെ കല്യാണമൊക്കെ നടത്തി കൊടുത്തത്. അതൊക്കെ ഒരു തെറ്റിദ്ധാരണയല്ലായിരുന്നോ? ഇപ്പൊ അവര് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ അവര്. അതുപോലെയൊക്കെ തന്നെ ആയിരിക്കാം. മോള് പേടിക്കൊന്നും വേണ്ടാന്ന് പറയാ. ഏതായാലും ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ ദേവു ആണെങ്കില് ആകെപ്പാടെ പേടിച്ചു വരച്ച് നിൽക്കുക. അരുണിന്റെ അമ്മയും വീട്ടിലേക്ക് വരുമല്ലോ. അങ്ങനെ അരുണിന്റെ അമ്മയും വീട്ടിലേക്ക് എത്തിയിട്ടോ. എവിടെ? നമ്മുടെ ദേവുവിന്റെ വീട്ടിലെത്തി കഴിഞ്ഞ് അരുണിന്റെ അമ്മയും കൂടെ അകത്തേക്ക് കയറി ഇരിക്കാൻ പറഞ്ഞു. ലക്ഷ്മി ഇഷ്ടമില്ലാത്ത മുഖത്തോടു കൂടിയാണ് ലക്ഷ്മി സ്വീകരിക്കുന്നത്. ഇഷ്ടമില്ല ലക്ഷ്മിക്ക്. അപ്പം ഈ അരുണിനും അമ്മയ്ക്ക് ഒരു വിശ്വാസം ഉണ്ടല്ലോ, നമ്മൾ നേരിട്ട് ചെന്ന് സംസാരിച്ച് നമ്മുടെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം സമ്മതിച്ചേക്കും എന്നൊരിതുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അവർ അത്രയ്ക്കും റിസ്ക് എടുത്തിട്ട് വരുന്നത്. അങ്ങനെ നമ്മുടെ ലക്ഷ്മി അവരെ അകത്ത് കയറ്റിയിരുത്തി വന്നിരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അരുണിന്റെ അമ്മ സംസാരിക്കാൻ തുടങ്ങി. അരുണിന്റെ അമ്മ പറഞ്ഞു, ഞാനും മോനും മാത്രമേ വീട്ടിലുള്ളൂ, ഒരിക്കലും ഇവിടെ കൊണ്ടുപോകുന്നത് വേറൊന്നിനുമല്ല. എനിക്കൊരു മോള് വേണം, എനിക്കൊരു മോളില്ല, എനിക്ക് ഇവൻ മാത്രമേ ഉള്ളൂ, എനിക്കൊരു മോള് വേണം, എനിക്ക് സ്വന്തമായിട്ട് എനിക്കൊരു മോളെ ആവശ്യമുണ്ട്. അപ്പം മോളായിട്ടാണ് കൊണ്ടുപോകുന്നത്, ഞാൻ മരുമകളായിട്ടല്ല കൊണ്ടുപോകുന്നത്. ഇവളെ കണ്ട് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയതാണ്, ഇവള് നല്ല കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഇവളെ തന്നേക്കണം, എന്റെ മോന് തന്നെ ഇവളെ തന്നേക്കണം, എന്റെ മോൻ പൊന്നു പോലെ നോക്കിക്കോളൂ. അവൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളൊന്നും അല്ല. ഇത്ര വർഷമായിട്ടും എന്റെ ഭർത്താവ് മരിച്ചു പോയപ്പോ മുതൽ എന്നെ പൊന്നു പോലെ നോക്കുന്ന എന്റെ മകൻ തന്നെയാണ്. ഒരമ്മേനെ ഇങ്ങനെ നോക്കാൻ പറ്റുന്ന ഒരു മകനുണ്ടെങ്കിൽ ഭാര്യനെ ഇവളുടെ ഏതൊരു സാഹചര്യത്തിലും ഇവൻ കൂടെ നിന്ന് നോക്കിക്കോളും, ഞങ്ങൾ പൊന്നു പോലെ നോക്കിക്കോളും. പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാം, അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിങ്ങളോട് വിരോധമോ വെറുപ്പോ ഒന്നുമില്ല. കാരണം ഇവന് എന്റെ മോളെ ഇഷ്ടപ്പെട്ടു, അത് സ്വാഭാവികമാണ്. എന്റെ മോളെ ഞാൻ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാണ്, കാക്കയ്ക്കും പൂച്ചയ്ക്കും ഒന്നും കൊടുക്കാതെ. എന്റെ ഭർത്താവ് മരിച്ചു പോയപ്പോഴും എന്റെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു എന്റെ ജീവിതം. എന്റെ മക്കള് ഇങ്ങനെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ആളെ കണ്ടെത്തുക എന്ന് പറയുന്നതിൽ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ അവരൊരിക്കലും വഴിതെറ്റിപ്പോയെന്ന് ആരും പറയരുത്. അമ്മ പഠിപ്പിച്ച് അമ്മ വളർത്തി വലുതാക്കിയ മക്കള് വഴിതെറ്റിപ്പോയെന്ന് ഒരിക്കലും പറയരുത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവളുടെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിൽക്കുന്നതല്ല. ഞങ്ങൾക്കൊരു മോനുണ്ട്, എന്റെ സ്വന്തം മോനെ പോലെയാണ് ഞാൻ അവനെ കാണുന്നത്, സച്ചി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇയാൾ പറഞ്ഞു, നമ്മുടെ അരുൺ പറഞ്ഞു, സച്ചിനെ എനിക്കറിയാം, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ഒരിക്കലും ഞാൻ അദ്ദേഹത്തിനോട് എനിക്ക് പേഴ്സണലായിട്ട് വലിയ വൈരാഗ്യമോ ശത്രുതയോ ഒന്നുമില്ല. അദ്ദേഹം ചെയ്തൊരു തെറ്റ്, അന്ന് നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി കൊണ്ടിട്ടു, അവിടെ തുടങ്ങിയ ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്, ഈ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇനിയിപ്പം എന്താ പറയാ, ആ ഒരു പ്രശ്നം പറഞ്ഞു തീർക്കാമെങ്കിൽ തീർക്കാം. ഒരിക്കലും ഞാൻ അയാളെ ദ്രോഹിക്കണമെന്ന് കരുതിയൊന്നും അല്ല ഇതൊന്നും ചെയ്തത്, പറ്റിപ്പോയി. ഇനിയിപ്പം ഞാനും ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് അയാൾ കാരണം തന്നെയാണ്. എനിക്കിപ്പോ സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത് സച്ചി ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിപ്പിച്ചത് കൊണ്ട് തന്നെയാണ്. പോട്ടെ, അതൊക്കെ ഞാൻ ക്ഷമിക്കാം, സഹിക്കാം, അതൊക്കെ പോട്ടെ, അതൊന്നും സാരമില്ല. പക്ഷെ എനിക്ക് ദേവുവിനെ തരരുത് എന്ന് നിങ്ങൾ പറയരുത്. കാരണം ഞങ്ങൾ അത്രയ്ക്ക് മാത്രം ഇഷ്ടപ്പെട്ടു പോയി. എൻ്റെ അമ്മയും വേറൊരു മരുമകളായിട്ട് കാണാനോ മകളായിട്ട് കാണാനോ ഒന്നും എൻ്റെ അമ്മയ്ക്ക് പറ്റില്ല. അത്രമാത്രം ദേവുവിനെ ഞങ്ങള് ഉൾക്കൊണ്ടുപോയി എന്നൊക്കെ വന്ന് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അരുണിന്റെ സംസാരവും എല്ലാം കേൾക്കുമ്പോൾ തന്നെ ലക്ഷ്മിക്കും ശകലം മനസ്സിനൊരു വ്യത്യാസമുണ്ട്. നല്ലവനാണ് അരുൺ എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, സച്ചി ഒറ്റക്കാലിൽ നിൽക്കുകയാണ് കേട്ടോ. സച്ചി പറയുന്നത്, വേണ്ട, ഞാൻ സമ്മതിക്കത്തില്ല, അങ്ങനെ ഒരുത്തൻ എൻ്റെ അനിയത്തിയുടെ കെട്ടിയവനായിട്ട് വരണ്ട, ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ തന്നെ നടത്തിക്കണം, പിന്നെ ഞാനുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് സച്ചി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഇനി അച്ചമ്മ വരേണ്ടി വരുമോ എന്നറിയില്ല മനസ്സ് മാറാനായിട്ട്. അതോ ഇനിയിപ്പൊ നമ്മുടെ ദേവു അതുപോലെ അരുണും കൂടെ വിവാഹം കഴിക്കാതിരിക്കുവോ, അവർ തമ്മിൽ പിരിഞ്ഞു പോകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കട്ടെ. അടിപൊളി വിശേഷമായിട്ട് വരാനിരിക്കുന്നത്. എന്നും രാവിലെ നമ്മൾ വിശേഷം ഇടാറുണ്ട്. രാവിലെ കറക്റ്റ് 7:30 നമ്മൾ ഫുൾ വിശേഷം ഇടാറുണ്ട്. വൈകിട്ട് ഒരു 8:30 ഇല്ലാട്ടോ, സോറി, 8 മണി കഴിയുമ്പോഴത്തേക്ക്, നമ്മുടെ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിറ്റേ ദിവസത്തെ പ്രമോവിശേഷവും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണുക. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ മഴ തോരും മുമ്പേയും
മഴതോരു മുമ്പയുടെ അപ്കമിങ് വിശേഷവും പ്രേമവിശേഷവും ഫുൾ വിശേഷവും ഒക്കെ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്തും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചാനൽ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. റിയൽ സ്റ്റോറിക്കകത്തെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേരുന്നു. എല്ലാവരും സേഫ് ഒക്കെ ആയിട്ടിരിക്കട്ടെ. ടാറ്റ ബൈ ബൈ.